കേരള രാഷ്ട്രീയത്തെ നടുക്കിയ ഒരു വിവാദം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ പേരിൽ ഉയർന്നു വന്ന കേസ്. മാസപ്പടി കേസ് എന്ന പേരിൽ വാർത്തകൾ നിറഞ്ഞു നിന്ന CMRL എക്സോലോജിക് വിവാദം. എന്താണ് ഈ കേസ്? എന്തുകൊണ്ടാണ് ഇത്ര വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറിയത്? കേരളത്തിൽ IT രംഗത്ത് പ്രവർത്തിക്കുന്ന കമ്പനിയാണ് എക്സോലോജിക് സൊല്യൂഷൻസ്. ഈ കമ്പനിയുടെ ഡയറക്ടറായിരുന്ന വീണ വിജയൻ. അതേസമയം കൊച്ചിയിൽ പ്രവർത്തിക്കുന്ന വലിയ മിനറൽ കമ്പനിയാണ് CMRL, കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെയിൽ ലിമിറ്റഡ്. പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡിന്റെ ചില കണ്ടെത്തലുകളോടുകൂടിയാണ്. അവരുടെ രേഖകളിൽ പറഞ്ഞത് എന്തെന്നാൽ CMRL കമ്പനിയിൽ നിന്ന് എക്സോലോജിക് സൊല്യൂഷനിലേക്ക് കോടികളുടെ രൂപ കൈമാറിയതായി കണ്ടെത്തിയിരിക്കുന്നു. അത് സാധാരണ ബിസിനസ് ഇടപാടായിരുന്നു, അല്ലെങ്കിൽ സേവനം നൽകാതെ നൽകിയ പണമോ? ഇതാണ് പിന്നീട് വിവാദമായി മാറിയത്. റിപ്പോർട്ടുകൾ പ്രകാരം ഏകദേശം 1.7 കോടിയിലധികം രൂപ എക്സോലോജിക്കിന് ലഭിച്ചതിന് ചർച്ചയായി. പക്ഷെ ആരോപണം ഉയർന്നത് മറ്റൊന്നിലായിരുന്നു. സേവനം നൽകിയെങ്കിൽ അതിന്റെ തെളിവ് എവിടെ? എന്തിനാണ് ഈ പണം നൽകിയതിന് വ്യക്തതയുണ്ടോ? ഈ ചോദ്യങ്ങൾ രാഷ്ട്രീയ കേരളത്തിൽ ഉയർന്നു നിന്നു. പ്രതിപക്ഷം ആരോപിച്ചത് വളരെ ഗുരുതരമായ കാര്യങ്ങളായിരുന്നു. അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന മകളുടെ കമ്പനിക്ക് പണം ലഭിച്ചത് സ്വാധീനത്തിന്റെ ഭാഗമായിട്ടാണോ? സർക്കാർ തലത്തിൽ സഹായം ലഭിക്കാൻ വേണ്ടിയാണോ ഈ നടപാട്? ഇതെല്ലാം ശക്തമായി അന്വേഷിക്കണമെന്നായിരുന്നു ആവശ്യം. ഇതിന് പിന്നാലെ രജിസ്റ്റർ ഓഫ് കമ്പനീസ് പരിശോധന തുടങ്ങി. പിന്നീട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് വരെ അന്വേഷണം നടത്തി. ദേശീയ തലത്തിൽ പോലും വാർത്തയായ സംഭവമായിരുന്നു ഇത്. ഇതോടെ കേരളം രാഷ്ട്രീയവും രണ്ട് ഭാഗങ്ങളായി. ഒരു വിഭാഗം പറഞ്ഞു ഇത് വ്യക്തമായ അഴിമതി അന്വേഷണമാണെന്ന്. മറ്റൊരു വിഭാഗം മറുപടി നൽകി ഇത് രാഷ്ട്രീയ ലക്ഷ്യമിട്ട് നടത്തുന്ന വേട്ടയാടലാണ്. മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനും ശക്തമായി പ്രതികരിച്ചു. ഇത് കുടുംബത്തെ ലക്ഷ്യമിട്ടുള്ള ആക്രമണമാണെന്നും രാഷ്ട്രീയ വൈരാഗ്യമാണെന്നും പിന്നിലെന്നും അദ്ദേഹം ആരോപിച്ചു. അതേസമയം വീണ വിജയനും എക്സോലോജിക് കമ്പനിയും എല്ലാ ആരോപണങ്ങളും പാടെ നിഷേധിച്ചു. CMRലിന് കൺസൾട്ടിംഗ് സേവനങ്ങൾ നൽകിയതിന്റെ ഭാഗമായിട്ട് പണം ലഭിച്ചതെന്ന് അവര് വ്യക്തമാക്കി. എല്ലാ ഇടപാടുകളും നിയമപരമാണെന്ന് നിലപാടുമെടുത്തു. പക്ഷേ ചോദ്യങ്ങൾ അവസാനിക്കുന്നില്ല. കാരണം ഈ കേസ് ഒരു കുടുംബ വിവാദം മാത്രമായിരുന്നില്ല. കേരളത്തിൽ രാഷ്ട്രീയ സ്വാധീനം, ബിസിനസ് ബന്ധങ്ങൾ, അധികാരത്തിന്റെ നൈതികത ഇതെല്ലാം വീണ്ടും വീണ്ടും ചർച്ചയാക്കിയ വിഷയമായി ഇത് മാറി. ഇപ്പോൾ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം വിവിധ തലങ്ങളിൽ നടക്കുകയാണ്. കോടതികളിലും നിയമ നടപടികളിലും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. അവസാനമായി എന്താണ് സത്യമെന്ന് തീരുമാനിക്കുക അന്വേഷണവും കോടതിയും തന്നെയായിരിക്കും. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിവാദങ്ങളിലൊന്നായി CMRL എക്സോളജി കേസ് ഇതിനകം തന്നെ ഇടം നേടിയിട്ടുണ്ട്.